SSLC മാത്സിലെ അരിതമെറ്റിക് സീക്വൻസിലെ പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. ഇവിടെ നമ്മൾ X1, X2, X3, X4 എന്ന് പറയുന്ന ടേമുകൾ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇവിടെ എല്ലാം ഇത് X1 എന്ന് പറയുന്ന ഒരു ടേം, X2 എന്ന് പറയുന്ന വേറൊരു ടേമാണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ X1 ആണ്. X1നെ നമുക്ക് A എന്നുള്ള രീതിയിൽ എഴുതാം. X2നെ നമുക്ക് A+D എന്ന് എഴുതാം. X3 അപ്പോൾ എങ്ങനെയായിട്ട് എഴുതാം? A+2D എന്ന് എഴുതാം. അപ്പോൾ എന്താണോ പറയുന്നത് അതിൽ നിന്ന് ഒരെണ്ണം കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ 4 ആണെന്നുണ്ടെങ്കിൽ 3D ഉണ്ടോ, A+3D. A എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേം, ഫസ്റ്റ് ടേമിനെയാണ് A എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ടേമിനെ നമ്മൾ എന്താണെന്ന് വിളിക്കാം? A+D. മൂന്നാമത്തെ ടേമിനെ A+2D എന്ന് വിളിക്കും. ഇപ്പോൾ X1ൽ നിന്ന് X2ലേക്കുള്ള ദൂരത്തെ നമ്മൾ എന്ത് വിളിക്കുക? കോമൺ ഡിഫറൻസ്. അപ്പോൾ X2ൽ നിന്ന് X1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? D കിട്ടും. X3യിൽ നിന്ന് X2 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? D കിട്ടും. X3യിൽ നിന്ന് X1 നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. അറിയാമല്ലോ, കോമൺ ഡിഫറൻസിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, രണ്ട് സീക്വൻസ് കാണാം, 5, 10, 15. അതേപോലെ തന്നെ 11, 21, 31, 41, 51 ഇങ്ങനെ പോകുന്നു. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞ ആരാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. സെക്കൻഡ് ടേമോ 10 ആണ്. തേർഡ് ടേമോ 15 ആണ്. അപ്പോൾ ടേമുകളെന്ന് പറഞ്ഞാൽ 5, 10, 15 ആണ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പൊസിഷനിൽ വരുന്ന ആരാ? 5. രണ്ടാമത്തെ പൊസിഷനിൽ ആരാ? 10. മൂന്നാമത്തെ പൊസിഷനിൽ ഏതാ? 15. അതേപോലെ അടുത്ത സീക്വൻസ് എന്ന് പറഞ്ഞേ, ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന ആരാ? 11. സെക്കൻഡ് പൊസിഷനിലെ ടേം ഏതാ? 21. തേർഡ് പൊസിഷനിലെ ടേം ഏതാ? 31. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ഇതാണ് പൊസിഷനും ടേമും. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 10, 20 ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു സീക്വൻസ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 10ൽ നിന്ന് 20ലേക്കുള്ള ദൂരം എത്രയാണ്? 10. 20ൽ നിന്ന് അപ്പോൾ അടുത്ത സീക്വൻസ് കാണാനുള്ള ദൂരം എത്ര തന്നെ ആയിരിക്കും? 10 തന്നെ ആയിരിക്കും. ഏതാ ആൻസർ വരിക? 30 അല്ലേ വരുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, 3, 5, 7, അങ്ങനെ അതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് സീക്വൻസ് ഇങ്ങനെ പോകുന്നു. അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5ൽ നിന്ന് 3 കുറയ്ക്കുന്നതായിരിക്കും അല്ലേ? 5ൽ നിന്ന് 3 കുറച്ച് എത്ര വരിക? 2 വരും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് 2 ആണ്. 5ൽ നിന്ന് 7ലേക്കുള്ള ദൂരവും 2 ആണ്. അപ്പോൾ 7ൽ നിന്ന് അടുത്തുള്ള ദൂരം എത്രയായിരിക്കും? 9. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമല്ലോ. ആ കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നെക്സ്റ്റ് സീക്വൻസ് ഏതാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ടേം ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നെക്സ്റ്റ് ടേമിനെ നമുക്ക് കണ്ടുപിടിക്കാനായി സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 2-6. ഇതിൽ നിന്ന് നടുക്കുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഒന്ന് നോക്കിയേ. ഇതിൽ നേരെ നമുക്ക് ടേം കണ്ടുപിടിക്കാം, നടുക്കത്തെ ടേം. അതിന് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ 2ഉം 6ഉം കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 കൊടുത്തു കഴിഞ്ഞാൽ നടുക്കുള്ള ടേം നമുക്ക് കിട്ടും. 2ഉം 6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8. 8/2 എത്രയാണ്? 4. അപ്പോൾ നടുക്കുള്ള സംഖ്യ ഏതായിരിക്കും? 4 ആയിരിക്കും കിട്ടുന്നത്. അതൊരു മെത്തേഡ്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ചെയ്യുന്നത്. X2ൽ നിന്ന് X1 കുറയ്ക്കുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുമല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഈ സംഖ്യകളൊന്ന് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ടേം ഏതാ? 2 അല്ലേ? അത് 2 ആയിട്ട് എടുക്കുന്നു. അതിൽ തേർഡ് ടേം അല്ലേ ആരെന്ന് പറയുന്നത്? 6 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? തേർഡ് പൊസിഷനിലല്ലേ 6 വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ അടുത്തടുത്ത് സംഖ്യ ഇല്ലാതെ വരുമ്പോൾ കോമൺ ഡിഫറൻസ് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇങ്ങനെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വലിയ ടേം ഡിഫറൻസ്, വലിയ പൊസിഷനിൽ കിടക്കുന്നതാണ് ടേം. ആരാ? 6. 6ൽ നിന്ന് 2, അതേപോലെ തന്നെ 3ൽ നിന്ന് 1. അതാണ് പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ 3ൽ നിന്ന് 1 കുറയ്ക്കുക. 6ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക? 4 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 3ൽ നിന്ന് 1 കുറച്ചാൽ 2 എന്ന് കിട്ടും. 2ൽ എത്ര പ്രാവശ്യമാണ് 4 വരിക? 2ൽ 2 പ്രാവശ്യമാണ്, 2 ടൈംസ് ആണ്. അപ്പോൾ ആൻസർ ഈസ് 2 ആണ് വരുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 2 കിട്ടി. മനസ്സിലായോ? രണ്ട് മെത്തേഡിൽ നമുക്കിതിനെ ചെയ്യാം. ആദ്യം 2നെയും 2നെയും 6നെയും കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 എടുക്കുക. അപ്പോൾ 8/2 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ടേമിലോട്ട് കിട്ടും. അല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ 2ൽ നിന്ന് 2 ആഡ് ചെയ്താൽ 4 കിട്ടും. അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ നേരിട്ട് നമുക്ക് ടേം കിട്ടും. ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയിട്ട് 2ൻ്റെ കൂടെ ആഡ് ചെയ്താൽ 4 കിട്ടും. അപ്പോൾ സംഭവം മനസ്സിലായ രണ്ടും ചെയ്യുന്ന രീതി. പേജ് നമ്പർ 15ൽ ഒരു 6 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ അടുത്തടുത്ത് തന്നെ ടേം ഉള്ളതുകൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ എളുപ്പമാണ്. 42ൽ നിന്ന് 24 നമുക്ക് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 42ൽ നിന്ന് 24 കുറയുമ്പോൾ എന്താ കിട്ടുക? 18 കിട്ടും. നെക്സ്റ്റ് ടേം ഏതാ? തേർഡ് ടേം അല്ലേ? തേർഡ് ടേം കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. തേർഡ് ടേം കാണണമെങ്കിൽ
42 സെക്കൻഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് 18 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും 60 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടിയില്ലേ. ഇനി അടുത്ത ഫോർത്ത് ടേം കാണണം. ഫോർത്ത് ടേം കാണാൻ എന്ത് ചെയ്യാം, തേർഡ് ടേം ഏതാണോ 60 ആണ് തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് 18. ആൻസർ ഇസ് 78. സിമ്പിൾ അല്ലേ ചെയ്യാൻ. ഇപ്പോൾ സീക്വൻസ് എങ്ങനെ എഴുതാം, 24 42 തേർഡ് ടേം 60 ഫോർത്ത് ടേം 78 ഇങ്ങനെ അങ്ങോട്ട് പോകും. ക്ലിയർ അല്ലേ. അടുത്ത ടേം എഴുതണമെന്നുണ്ടെങ്കിൽ എത്ര വരും, 78 പ്ലസ് 18 86 വരും. നെക്സ്റ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെയും അടുത്തടുത്ത് തന്നെയാണ് ടേം ഉള്ളത്, അതുകൊണ്ട് എളുപ്പമാണ്. 42 24 ഉണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ 42-ൽ നിന്ന് 24 കുറയ്ക്കണം. ഒരിക്കലും 24-ൽ നിന്ന് 42 കുറയ്ക്കരുത്. ഓക്കെ, അപ്പം 42-ൽ നിന്ന് 24 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 18 തന്നെയാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ടേം കണ്ടുപിടിക്കണം. അപ്പോൾ മുമ്പിലോട്ട് പോകുമ്പോൾ കൂട്ടിക്കൂട്ടി പോകണം, ബാക്കിലോട്ട് വരുമ്പോൾ കുറച്ച് പോകണം. ഓക്കെ, അപ്പോൾ ഇനി 24-ൽ നിന്ന് ഫസ്റ്റ് ടേം കിട്ടണ്ടേ നമുക്ക്. ഫസ്റ്റ് ടേം കിട്ടാൻ 24-ൽ നിന്ന് 18 കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പം ബാക്കിലോട്ടുള്ളത് കിട്ടും നമുക്ക്. അപ്പോൾ എത്ര കിട്ടും, ആൻസർ 6 കിട്ടും. ഇനി അടുത്ത നമുക്ക് കിട്ടേണ്ടുള്ളത് ഏതാ, 24 42. അടുത്തതിന് ഫോർത്ത് ടേമാണ് കിട്ടാനുള്ളത് അല്ലേ. ഫോർത്ത് ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 42-ൽ നിന്ന് തേർഡ് ടേം 42 ആണ്, 42-ൽ നിന്ന് 18 ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ ഈസ് 60 കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ സീക്വൻസ് വരും, 6 24 42 60 ഇങ്ങനെ അങ്ങോട്ട് സീക്വൻസ് പോകും. ക്ലിയർ അല്ലേ. അടുത്ത തേർഡ് സെറ്റ് നോക്കാം. ഇവിടെയും അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ എളുപ്പമാണ്. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24. ആൻസർ ഈസ് എന്ത് തന്നെയാണ്, 18 എന്നാണ് വരുന്നത്. ഇനി അടുത്ത നമുക്ക് മുമ്പിലോട്ടല്ലേ ബാക്കിലോട്ടാണ് കാണുന്നത് അല്ലേ. സെക്കൻഡ് ടൈം കാണണം. അപ്പോൾ സെക്കൻഡ് ടൈം കാണാൻ വേണ്ടിയിട്ട് 24 ആണ് തേർഡ് ടൈം. 24 മൈനസ് കോമൺ ഡിഫറൻസ് 18. അത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 24-ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം മൈനസ് ചെയ്യണം, അങ്ങോട്ട് പോകുമ്പോഴെല്ലാം ആഡ് ചെയ്ത് പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ 24-ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടും, ആൻസർ 6 എന്ന് കിട്ടും. ക്ലിയർ. അപ്പോൾ സെക്കൻഡ് ടൈം 6 ആണ്. ഇനി ഫസ്റ്റ് ടൈം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൈം കാണാൻ 6-ൽ നിന്ന് 18 കുറയ്ക്കണം. 6-ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടും, -12 ആണ് കിട്ടുന്നത്, -12 ആണ് കിട്ടുന്നത്. അതായത് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം വേണം കൊടുക്കുക. അപ്പോൾ -12 എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ ചെയ്തത്. അപ്പോൾ അടുത്ത 42 കഴിഞ്ഞ് അടുത്ത ടൈം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 18 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ. അടുത്ത ഈ ക്വസ്റ്റ്യന് ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താ കോമൺ ഡിഫറൻസ് കാണാൻ, സീക്വൻസുകൾ അടുത്തല്ല, ടേംസുകൾ അടുത്തല്ല. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ നോക്കിയേ. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. ഇപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമുക്ക് ആദ്യം ടേമുകളൊന്ന് എഴുതി വയ്ക്കാം. ഫസ്റ്റിൽ വരുന്നത് 24 ആണ്. ഫസ്റ്റ് ടേമിൽ വരുന്ന ആരാ, 24. അടുത്ത തേർഡ് ടേമിലാണ് ആര് വരുന്നത്, 42 വരുന്നത്. അപ്പോൾ ഇനി എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിയേ. 42-ൽ നിന്ന് 24 കുറയ്ക്കണം, അതാണ് ടേം ഡിഫറൻസ്. 3-ൽ നിന്ന് 1. ഓക്കെ, അപ്പോൾ എഴുതാം 42 മൈനസ് 24. തിരിഞ്ഞു പോരുത്, തിരിഞ്ഞു പോയാൽ ആൻസർ തെറ്റും. 3 മൈനസ് 1. എപ്പോഴും ഇങ്ങനെ ഒന്ന് ആരോ ഇട്ടിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. 42-ൽ നിന്ന് 24 കുറച്ചാൽ 18, 3-ൽ നിന്ന് 1 കുറച്ചാൽ 2. ആൻസർ ഈസ് 9 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയത് 9 ആണ്. അപ്പോൾ 24-ൽ നിന്ന് എത്ര കൂട്ടണം, 9 കൂട്ടണം. 24-ൽ നിന്ന് 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 33. 24 പ്ലസ് 9 ഈക്വൽ ടു 33. അപ്പോൾ നെക്സ്റ്റ് ടൈം 33 ആണ്. 33-ൻ്റെ കൂടെ 9 കൂട്ടുമ്പോഴോ 42 കിട്ടും. ഇനി 42-ൻ്റെ കൂടെ 9 കൂട്ടുമ്പോഴോ 51 കിട്ടും. ഇങ്ങനെ സീക്വൻസ് പോകും, 9 വെച്ച് ആഡ് ചെയ്ത് പോകും. ഓക്കെ, ക്ലിയർ അല്ലേ. നെക്സ്റ്റ് അഞ്ചാമത്തെ ടൈം നോക്കാം. അഞ്ചാമത്തെ ടൈമിലും ഡിഫറൻസ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ, അടുത്തടുത്തല്ലല്ലോ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ടൈം തന്നിരിക്കുന്നത് 24 ആണ്. ഫോർത്ത് ടൈം തന്നിരിക്കുന്നത് 42 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 ഇസ് ഈക്വൽ ടു 42-ൽ നിന്ന് 24 കുറച്ചാൽ എന്താ കിട്ടുക, 18 ഡിവൈഡഡ് ബൈ 4-ൽ നിന്ന് 2 കുറച്ചാൽ 2. ആൻസർ ഈസ് 9. അപ്പം കോമൺ ഡിഫറൻസ് 9 കിട്ടി. ഇനി നമുക്ക് 9 വെച്ച് കുറച്ച് പോവാം, അല്ലെങ്കിൽ 9 വെച്ച് ആഡ് ചെയ്ത് പോയാൽ സീക്വൻസ് കിട്ടും. അപ്പം ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ 24 മൈനസ് 9. ബാക്കിലോട്ട് വരുമ്പോൾ കുറയ്ക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആൻസർ ഈസ് 15 എന്ന് കിട്ടും. ഇനി അടുത്ത തേർഡ് ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 24-ൻ്റെ കൂടെ 9 ആഡ് ചെയ്യണം. അപ്പോൾ തേർഡ് ടേം
ഇസ് ഈക്വൽ ടു 24 പ്ലസ് 9 ഇസ് ഈക്വൽ ടു 24 പ്ലസ് 9 ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക 33. അപ്പോൾ തേർഡ് ടേം നമുക്ക് കിട്ടുന്നത് 33 ആണ്. നെക്സ്റ്റ് ടേം 42 ആണ്. അത് ആ സീക്വൻസ് അതേ രീതിയിൽ അങ്ങ് എഴുതി പോകണം. ഓക്കെ, ക്ലിയർ അല്ലേ? ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 24 ആണ്. ഇനി നമുക്ക് രണ്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, നാലാമത്തെ ടേം. ഫോർത്ത് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 42 ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ്? 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 18/3 ഇസ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി, 6 എന്ന് കിട്ടി. ഇനി നമുക്ക് 24ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടും. അപ്പോൾ സെക്കൻഡ് ടൈം 24 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 30. ഇനി തേർഡ് ടൈം കാണാൻ, തേർഡ് ടൈം ഇസ് ഈക്വൽ ടു 30 പ്ലസ് 6 36. ഇപ്പോൾ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാം. 24 30 36 42 ഇങ്ങനെ പോകും. നമ്മൾ നേരത്തെ ചെയ്ത സെറ്റ് ഉണ്ടല്ലോ 4ഉം 5ഉം, അതിൻ്റെ ഒരു അനദർ മെത്തേഡ് നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അതും കൂടി ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്നുള്ളത് അത് ചെയ്യാം. അതുകൊണ്ടാണ് എല്ലാ സെറ്റും ചെയ്തതിന് ശേഷം ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തു തരുന്നത്. ഇപ്പോൾ നോക്കാം, ടേമുകൾ ഇങ്ങനെ അടുത്തടുത്തല്ലാതെ വരുന്നാൽ വേറെ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് 24ൽ നിന്ന് ടേംസ് ഇല്ലാത്ത അടുത്തേക്ക് പോകുന്നതിന് എത്രയോ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഡി എന്നെടുക്കാം. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. ഇനി അടുത്ത അതിൽ നിന്ന് 42ലേക്ക് എത്രയോ ദൂരമുണ്ട്, എത്രയോ കോമൺ ഡിഫറൻസ് ഉണ്ട്, അത് എത്രയാണെന്ന് അറിഞ്ഞുകൂടാം. അതിനെ നമുക്ക് ഡി എന്നെടുക്കാം. നമ്മൾ ഇതേപോലുള്ളൊരു ക്വസ്റ്റ്യൻ 4ഉം 5 നേരത്തെ 4ഉം 6 നമുക്ക് നേരത്തെ വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ അതിൻ്റെ 24 പ്ലസ് 42/2 എന്ന് പറയുന്ന മെത്തേഡിലിട്ട് നമുക്ക് നേരെ തന്നെ ടേം കണ്ടുപിടിക്കാൻ പറയുന്ന ഒരു മെത്തേഡ് ആദ്യം ഞാൻ പഠിപ്പിച്ചു. രണ്ടാമത് നമ്മൾ ഫസ്റ്റ് ടേമും തേർഡ് ടേമും എടുത്ത് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് വേറൊരു മെത്തേഡാണ് ഈ പറയുന്നത്. ശ്രദ്ധിച്ചോ, 24ന് അതേപോലെ ഫസ്റ്റ് ടേമിന് നമ്മൾ അതേപോലെ എഴുതി പ്ലസ് ഡിയും 2 ഡിയും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2D ഇസ് ഈക്വൽ ടു 42. കണ്ടോ, 24ൽ നിന്ന് 2 ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 42 കിട്ടുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതിൽ നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കണം, ഡി കണ്ടുപിടിക്കാൻ 2D ഇസ് ഈക്വൽ ടു 42 ആ 24ന് അപ്പുറം കൊണ്ടുവരണം. അപ്പം മൈനസ് 24. 42ൽ നിന്ന് 24 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുക? നമ്മൾ നേരത്തെ ചെയ്യല്ലേ, 18. 2D ഇസ് ഈക്വൽ ടു 18. ഡി ഇസ് ഈക്വൽ ടു എത്ര? 18/2 ഇസ് ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. എത്രയെന്ന് കിട്ടി? 9 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ ഈ 24ൻ്റെ കൂടെ 9 ആഡ് ചെയ്ത് പോയാൽ നമുക്ക് ആ സീക്വൻസ് കിട്ടും. 24 പ്ലസ് 9 ഇസ് ഈക്വൽ ടു 33. നേരത്തെ നമ്മൾ ചെയ്ത ആ ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതിൻ്റെ ആൻസറും ഇതിൻ്റെ ആൻസറും എല്ലാം സെയിമാണ്. ഈ മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ ഈ മെത്തേഡ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഇനി 2 ടേമുകളുടെ നടുക്ക് വന്നു കഴിഞ്ഞാൽ ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 42 പ്ലസ് 24 രണ്ടും കൂടി ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവിഷൻ നടത്തുക. അപ്പോൾ 42 പ്ലസ് 24 എന്താ വരിക? 66. അപ്പോൾ 66 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 33. കണ്ടോ, സെയിം ടേം തന്നെ നമുക്ക് കിട്ടിയത്. കണ്ടോ, 33 കിട്ടും. അപ്പോൾ ഈ 2 മെത്തേഡിലും, അപ്പോൾ ഇപ്പം നമ്മൾ മൊത്തം 3 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഈ 3 മെത്തേഡിൽ ഏത് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അതിലേതാണ് എളുപ്പം എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ കോമൺ ഡിഫറൻസ് കാണാൻ ഏതാ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, ഒരു ഹോംവർക്ക് പോലെ ചെയ്ത് നോക്ക്. ഓക്കെ.